ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പാലട പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. പാലട പായസം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണം. എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു പായസമാണ് പാലട, സദ്യയിലെ മെയിൻ ഐറ്റം. പിന്നെ അത് ഞാനിവിടെ 1/2 കിലോ അടയുടെ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് ഞാനൊരു കുക്കർ എടുത്ത് അതിലേക്ക് പാലട ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അത് വേവിക്കാൻ വെച്ചു. അതിനുശേഷം വേവിച്ച പാലട ഒരു വലിയ ഉരുളിയിലേക്ക് മാറ്റി അതിലേക്ക് നന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഞാനിവിടെ 1/2 കിലോ അടയ്ക്ക് 3 തേങ്ങയാണ്, നല്ല മുഴുത്ത 3 പച്ച തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുത്തു. അതിലേക്ക് ആ വെന്ത് വെച്ചിരിക്കുന്ന പാലടയിലേക്ക് ഞാൻ 2-ാം പാല് ചേർത്ത് അത് നന്നായിട്ട് ഇളക്കിയെടുത്തു. 2-ാം പാലിൻ്റെ കൂടെ ഞാൻ 1 കവറ് പശുവും പാലും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ആ പശുവും പാലിനകത്ത് അധികം ഒരു വെള്ളവും ചേർക്കാതെ തിളപ്പിച്ചെടുത്ത് ആറ്റിച്ച് വെച്ചതാണ്. അതതിൻ്റെ കൂടെ ചേർത്ത് 2-ാം പാലിൻ്റെ കൂടെ ചേർത്ത് അത് നന്നായിട്ട് തിളപ്പിച്ചു. അതിനുശേഷം ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുത്തു. അത് ആവശ്യത്തിന് നന്നായിട്ട് ചേർത്ത് അതിലേക്ക് ഒരല്പം നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുത്തു. പിന്നെ ഞാൻ പാലട വെക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കാറുണ്ട്. അത് ഓപ്ഷനിലാണ്. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. പാലട ഒഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. അതെൻ്റെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൽ പാലട ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അതിലേക്ക് പാലട ചേർത്തു, മിൽക്ക് മെയ്ഡ് ചേർത്ത് അത് നന്നായിട്ട് മിൽക്ക് മെയ്ഡുമായിട്ട് യോജിക്കുന്നത് വരെ നന്നായിട്ട് അത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറുക്കി എടുത്തു. നിങ്ങൾക്ക് ആ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ അറിയാമല്ലേ, നല്ല കുറുകി ഒത്തിരി വെള്ളമൊന്നുമില്ലാതെ എടുത്തിരിക്കുന്നത്. പിന്നെ കുറുകി വറ്റി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാല് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പമായിട്ട് തന്നെ തയ്യാറാക്കാവുന്ന ഒരു പാലട റെസിപ്പിയാണിത്. അത് 1-ാം പാൽ ഒത്തിരി തിളക്കല്ലേ, അപ്പോഴേക്ക് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഏലക്കായും ചുക്കും ജീരകവും പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തന്നെ ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറേയേറെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും എല്ലാം ചേർത്ത് വറുത്ത് കോരി എടുത്തു. അപ്പോൾ എൻ്റെ ചാനലിനകത്ത് ഒത്തിരി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അണ്ടിപ്പരിപ്പ് മൂത്തതിന് ശേഷം ഉണക്കമുന്തിരിങ്ങ ചേർത്ത് രണ്ടും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ചൂടൊരു ചെറുതായിട്ട് ആറിയതിന് ശേഷം അത് മൊത്തത്തോടെ ഞാൻ ആ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ അടപ്പായസം. എല്ലാവരും വീട്ടിൽ ഇതിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടാണ് ഈ പായസം. വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അമ്മ ഇത്രയും നാളും വെച്ച് ഇത് നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നെന്ന് എൻ്റെ മക്കളെല്ലാം പറഞ്ഞു. അപ്പം വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇതുപോലെ എല്ലാവർക്കും എളുപ്പത്തിലും ടേസ്റ്റിയിലും ഉണ്ടാക്കാൻ പറ്റിയ എല്ലാത്തിൻ്റെയും ഇതുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.